NSSനെയും RSSനെയും അതിരൂക്ഷ ഭാഷയിലല്ലെങ്കിലും മൃദുവായിട്ടെങ്കിലും ഒന്ന് കടന്നാക്രമിച്ചിരിക്കുകയാണ് സ്വാമി സച്ചിദാനന്ദ. നമുക്കറിയാം, ആചാര പരിഷ്കരണ യാത്ര ഗുരുധർമ്മ പ്രചാരണ സഭയും അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റുമൊക്കെ ചേർന്ന് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. മ്യൂസിയത്ത് നാരായണ ഗുരുവിൻ്റെ പ്രതിമയുണ്ട്. അവിടെ പുഷ്പാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയ ശേഷമാണ് സന്യാസിമാരും അതുപോലെ തന്നെ ഗുരുഭക്തരുമായ ആളുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൻ്റെ ലക്ഷ്യം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആചാര പരിഷ്കരണം. ആചാരം പരിഷ്കരണം എന്ന് പറയുമ്പോൾ ശിവഗിരി തീർത്ഥാടന കാലത്ത് 92ാമത് ശിവഗിരി തീർത്ഥാടന കാലത്ത് സച്ചിദാനന്ദ സ്വാമികൾ കൊളുത്തിവെച്ച ഒരു തിരിയാണ് ആചാര പരിഷ്കരണം. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രി അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ പറയുകയും ഗുരുവിനെ, അതായത് ശ്രീനാരായണ ഗുരുദേവനെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്തുകൊണ്ട് RSS പാളയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം വരെ മുഖ്യമന്ത്രി അന്ന് പ്രസംഗിച്ചു. അത് വലിയ വിവാദമാവുകയും വളരെ വലിയ സജീവമായ ചർച്ചകൾക്കും വേദി തുറന്നിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായാണ് ശിവഗിരി മഠം ഏറ്റെടുത്ത ദൗത്യം. അത് നിറവേറ്റുന്നതിന് വേണ്ടി ഗുരുധർമ്മ പ്രചാരണ സഭയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ചേർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാർച്ച് നടത്തിയത്. ശ്രീനാരായണ സഹോദര ധർമ്മവേദിയൊക്കെ ഇതിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ നാരായണീയർ ആകമാനം തന്നെ ശിവഗിരി മഠത്തിന് ഒപ്പം ചേർന്ന് നിന്ന് SNDP യോഗത്തിന് വേറിട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അതിലെയും ആളുകൾ ഈ ധർണയിൽ മാർച്ചിൽ പങ്കെടുത്തു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അവർക്കും ഈ ശിവഗിരി മഠത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുകയില്ല. ഈ സമുദായ അംഗങ്ങൾക്ക് നാരായണ ഗുരുദേവനെ തള്ളിപ്പറയുന്ന SNDPയോടൊപ്പം വെള്ളാപ്പള്ളിയോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം എത്ര കാലം ആളുകൾ ഇങ്ങനെ നിൽക്കും, ഒട്ടുചേർന്ന് നിൽക്കും? അങ്ങനെ പറ്റില്ല. നാരായണ ഗുരുവിൻ്റെ ധർമ്മവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരി മഠത്തിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് ഗുരുധർമ്മ പ്രചാരണ സഭ ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇങ്ങനെ ഒരു മാർച്ച്, പ്രത്യക്ഷ സമരം പോലെ തന്നെ ഒരു വലിയ മാർച്ച് സംഘടിപ്പിച്ചത്. സച്ചിദാനന്ദ സ്വാമികൾ അവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഷർട്ട് ഊരി, അതായത് മേൽവസ്ത്രമില്ലാതെ അമ്പലങ്ങൾക്കുള്ളിൽ പ്രവേശിക്കുക എന്നത് പരമ്പരാഗതമായുള്ള ഒരു ആചാരം തന്നെയാണ്. അതിനെ ആ ആചാരം അല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഈ ആചാരം കാരണം പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളൊന്നും അമ്പലങ്ങളിലേക്ക് വരുന്നില്ല, ക്ഷേത്രങ്ങളിലേക്ക് വരുന്നില്ല. കാരണം അവിടെ വന്ന ഉടനെ ഷർട്ട് ഊരി മാറ്റണം എന്ന നിബന്ധനയുള്ളത് കൊണ്ട് ആളുകൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അത് മാറണമെങ്കിൽ ആചാരം പരിഷ്കരിക്കപ്പെടണം. ശുഭ്രവസ്ത്രധാരികളായി വരുന്ന, ശുചിത്വത്തോടു കൂടി വരുന്ന എല്ലാ ആളുകൾക്കും അമ്പലങ്ങളിൽ പ്രവേശിക്കാൻ പറ്റണം, പ്രാർത്ഥിക്കാൻ പറ്റണം. അതാണ് ഗുരുധർമ്മ പ്രചാരണ സഭയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ശിവഗിരി മഠവും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ ഇതൊരു ആചാര പരിഷ്കരണമാണ്, അല്ലാതെ പരിഷ്കരണം കാലത്തിനനുസരിച്ച് വേണം. അത് തന്നെയാണ് ഗുരുദേവനും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ശിവഗിരി മഠം ഇപ്പോൾ എടുത്ത് പറയുന്നത്. മാത്രമല്ല, ചില സമുദായങ്ങൾ, അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് NSSൻ്റെ കാര്യം, ചില സമുദായങ്ങൾ ദേവസ്വം ഓഫീസുകളും ദേവസ്വം സ്ഥാപനങ്ങളെയും ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാടില്ല. ജനസംഖ്യ ആനുപാതികമായി നിയമനങ്ങൾ നടക്കണം. അതായത് അധസ്ഥിത വർഗ്ഗക്കാരും സാധാരണക്കാരുമാണ് അമ്പലങ്ങളിലേക്ക് വരുന്നതും നേർച്ച നൽകുന്നതും. അവരുടെ കാശ് കൊണ്ട് ചില സമുദായക്കാർ, പ്രത്യേകിച്ച് NSS തന്നെയാണ് ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, അവർ തിന്നുകൊഴുക്കുകയാണ്. അത് പാടില്ല. ജനസംഖ്യ ആനുപാതികമായി എല്ലാവർക്കും നിയമനം നൽകണം. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജാരിമാർ, എല്ലാ ജാതിയിൽ നിന്നുള്ള പൂജാരിമാരെയും ഉൾപ്പെടുത്തണം എന്നിങ്ങനെയുള്ള കുറേ ആചാര പരിഷ്കരണ നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് സ്വാമി കൈമാറുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ, അതായത് ഇങ്ങനെ വളരെ വലിയൊരു പരിഷ്കരണമാണ് ശിവഗിരി മഠം ആഗ്രഹിക്കുന്നത്. അത് വരികയാണെങ്കിൽ ഒരു പക്ഷേ എന്നല്ല, നിരവധി ആളുകൾ വീണ്ടും ക്ഷേത്രങ്ങളിലേക്ക് എത്തിത്തുടങ്ങും, പ്രത്യേകിച്ച് യുവാക്കൾ എത്തിത്തുടങ്ങും. ഗുരുധർമ്മ കീർത്തനങ്ങൾ, ഞാൻ പറഞ്ഞില്ല, RSSനെ വിമർശിക്കുന്ന ഇവിടെയാണ്. ഗുരുവിൻ്റെ കീർത്തനങ്ങൾ, ഗുരുവിൻ്റെ കൃതികൾ ജപിച്ചു എന്ന് പറഞ്ഞ് സ്ത്രീകളെ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് RSSകാർ ആട്ടി ഓടിച്ച സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഉണ്ടാകാൻ പാടില്ല. ഗുരുദേവൻ്റെ കൃതികൾ ജപിക്കുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അനുമതി നൽകണം. അതുപോലെ തന്നെ ഗുരുദേവ കൃതികളും വിവേകാനന്ദ സ്വാമികളുടെ കൃതികളും ചട്ടമ്പി സ്വാമികളുടെ കൃതികളും പഠിപ്പിക്കുവാനുള്ള പാഠശാലകൾ ക്ഷേത്രങ്ങളിൽ തയ്യാറാക്കണം, പഠിപ്പിക്കണം. ഇതൊക്കെ ആളുകളെ, പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടതാണ്. അങ്ങനെ തുടങ്ങിയ കുറേ ആവശ്യങ്ങളാണ് ഈ നിവേദനത്തിൽ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, NSSനെയും RSSനെയും
പ്രത്യക്ഷത്തിൽ രൂക്ഷമായി വിമർശിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ നിവേദനത്തിലും RSSനെയും NSSനെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമികൾ ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം നിവേദനം സമർപ്പിച്ചത്.